ഹായ്, പുതിയ വീഡിയോയിലേക്ക് ചേർന്ന ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൽ അപ്ഡേറ്റ് ഇല്ലാത്തതിനെ കുറിച്ച് ഇന്ന് ഒരു ലീഡർ ഇവിടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ പുറത്താണ് ആരും മിണ്ടാത്തത്. ഇ ഡി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനെ പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ ഇ ഡി വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇ ഡി പറഞ്ഞിട്ടാണ് പൂൾ ഇൻകം വരാത്തത് എന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ഇ ഡിക്ക് ഇതുവരെ ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല. ഇവർ മണി ചെയിനാണെന്നുള്ള പ്രൂഫൊന്നും ഇ ഡിക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നെ ആരും തന്നെ ഇപ്പോൾ കംപ്ലൈൻറ്റും കൊടുത്തിട്ടില്ല. ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇ ഡി എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതുവരെ ആരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 2 മാസം വരെ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 4 മാസം നിങ്ങൾ കാത്തു നിന്നു, ഇനിയും 2 മാസം കൂടി കാത്തുക്കണം. എന്താണല്ലേ, 4 മാസമായി നമ്മൾ ഈ തട്ടിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ തട്ടിപ്പിന് നടപടി എടുത്തിട്ട് 4 മാസമായി. അപ്പോൾ പൈസ പോയവർക്ക് ഇനിയും ഇതൊന്നും മനസ്സിലായില്ല എന്നെങ്കിൽ അവിടെയൊക്കെ പൈസ പോകണം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ 13-ാം തീയതി എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും എന്ന് കരുതി കാത്തുകുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടിയുള്ള മറുപടിയാണ് ഇന്ന് ഈ ലീഡർ പറഞ്ഞത്. ഇനിയും 2 മാസം കൂടി കേസ് നീട്ടിവെക്കും. അവസാനം ഒറ്റ വലിച്ചിട്ട് ഒറ്റ ഓട്ടായിരിക്കും, നമ്മൾ ഈ കേസിനില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രശാന്തിനെയും മറ്റ് ലീഡർമാരെയും ശ്രീനാഥ് പ്രതാപിനെയും അടക്കം 2ാം റൗണ്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇ ഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ടന്മാർക്ക് പോലും അറിയില്ല നമ്മളൊക്കെ തെളിവ് കൊടുത്തത് എന്തിൻ്റെയൊക്കെ ഹിൻഡുകളാണ്. അവർ ഇതൊന്നും തുറന്ന് പറയില്ല. ഇത് തെളിവാണ് അല്ലേ, ഇത് തെളിവാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരോടും പറയണം, ഇതൊരു തെളിവാണെന്ന് പറയണം. അപ്പോൾ അവരെല്ലാവരും ഇ ഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റൗണ്ടുകളിൽ, അല്ലെങ്കിൽ അതിന് ശേഷവും അവരോട് വച്ച് പുലർത്തുന്നത്. അവസാനം ഒറ്റപ്പെടുത്താണ്, അതാണ് സംഭവിക്കുക. അപ്പോൾ എന്തായാലും ഈ 8000-ഓളം ആൾക്കാർ, 8000-ഓളം 10 ലക്ഷത്തിന് മേലെ വരുമാനം മേടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ 8000-ഓളം ആൾക്കാരെയൊക്കെ പാർപ്പിക്കാനുള്ള ജയിൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർക്കൊക്കെ അവിടെയൊക്കെ ആസ്തികൾ കണ്ടുകെട്ടുക മാത്രമേ ചെയ്യുള്ളൂ, അവർക്ക് മറ്റ് ശിക്ഷകൾ കൊടുക്കുകയാണോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങളാണ് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ആൾക്കാരെ പാർപ്പിക്കാനുള്ള സ്ഥലം കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഭീമമായ തുക പിഴ ചുമത്തുക, ഇവരുടെ ആസ്തികൾ പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണോ, എന്നിട്ട് ജാമ്യം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണോ ഉള്ളത് എന്നൊക്കെയാണ്. പിന്നെ ഈ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഭാവിയിൽ എന്തായിരിക്കും. പിന്നെ ഇവർ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് കമ്പനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാണ് എന്നാണ്. അതാണ് വേണ്ടത്. തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം നിങ്ങൾ വേണ്ടത്. തിരുത്തലും മറ്റതൊക്കെ ശിക്ഷാ നടപടികളാണ്. അത് തിരുത്തുക. നിങ്ങളല്ലാതെ ഗ്രീൻകോ തട്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈറിച്ച് തുടങ്ങിയ പോലെ ഇനി തട്ടിപ്പ് നടത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇവിടേക്ക് അറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ്. ആരും തന്നെ കാത്തിരുന്ന് ഈ കമ്പനിയിൽ പ്രതീക്ഷ കൊടുക്കരുത്. ഇത് തീർന്നൊരു കേസാണ്. ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് തീർന്നൊരു തട്ടിപ്പാണ്. നഷ്ടപ്പെട്ടവർക്ക് പണം നഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ളത്. അവരെ മറ്റ് നിയമ നടപടികൾ ചെയ്താൽ മാത്രമേ അവർക്ക് പൈസ തിരിച്ചു കിട്ടുകയുള്ളൂ. ഒരു പൂളിംഗും ഉണ്ടാവില്ല, ഒരു ലെവലിംഗും ഉണ്ടാവില്ല, ഒന്നും തന്നെ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബൈ.